നമസ്കാരം. ഡാറ്റാബേസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ ഫ്ലോ, ഡാറ്റ വെയർഹൗസ്, ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റ മോഡൽ, ഡാറ്റ എഞ്ചിനീയർ, ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ മൈനിങ്, ബിഗ് ഡാറ്റ. നിത്യേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് ഇതൊക്കെ. എന്താണ് ഡാറ്റ? എന്താണ് ഡാറ്റയുടെ പ്രാധാന്യം? ഡാറ്റയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഡാറ്റയുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ ഓഫ് ഡിജിറ്റൽ എക്കോണമി എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ഡാറ്റയെ ഓയിലുമായി കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. എന്താണ് ഡാറ്റ? കളക്ട് ചെയ്യുന്ന ഫാക്ട്സ് അല്ലെങ്കിൽ വസ്തുതകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്പേഴ്സ്, മെഷർമെന്റ്സ്, ഡിസ്ക്രിപ്ഷൻ, ഇവയെയൊക്കെ നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം. ടെക്സ്റ്റ്, ഡോക്യുമെന്റ്സ്, ഇമേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ തുടങ്ങിയവ ഡാറ്റയുടെ പല രൂപങ്ങളാണ്. ഡാറ്റയുടെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ പേഴ്സണൽ ഡാറ്റ, അതായത് നമ്മുടെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, ജോലി വിവരങ്ങൾ, ബാങ്കിൽ അക്കൗണ്ട് ചേർന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ, ഒരു സ്റ്റോറിൽ വിൽക്കാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ വിവരങ്ങൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ വിവരങ്ങൾ, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വാക്കുകളുടെ ഹിസ്റ്ററി, യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോകളുടെ ഹിസ്റ്ററി, ഓരോ വീഡിയോവും നിങ്ങൾ എത്ര നേരം കണ്ടു, എത്ര പ്രാവശ്യം പോസ്റ്റ് ചെയ്തു, സ്കിപ്പ് ചെയ്തു എന്ന വിവരങ്ങൾ. ഓരോ സെക്കൻഡിലും ഈ ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ മെഷർ ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതലാണ്. കുറച്ച് വർഷങ്ങളിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിലുണ്ടായ കുതിച്ചുചാട്ടം ഡാറ്റയുടെ പ്രൊഡക്ഷനിൽ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള വർധനവുണ്ടാക്കിയിട്ടുണ്ട്. ടെക്നിക്കലായി നോക്കുകയാണെങ്കിൽ ഡാറ്റയെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയെയാണ് സാധാരണ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഒരു ഡിസ്ക്രീറ്റ് നമ്പർ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ ആയിരിക്കാം. ഉദാഹരണത്തിന്, ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങളുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഒരു കണ്ടിന്യൂസ് നമ്പറും ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ. ഉദാഹരണത്തിന്, എനിക്ക് 75.5 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ടെമ്പറേച്ചർ 26.6 ഡിഗ്രി ആണ് എന്ന് പറയുന്നു. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഡാറ്റയെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. ഉദാഹരണത്തിന്, കേക്കിന് റെഡ് കളറാണ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അല്ലെങ്കിൽ എക്സാമിന്റെ റിസൾട്ടിനെ കാറ്റഗറിക്കലായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് ഒന്നുകിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന് പറയാം. വേറെ എക്സാമ്പിൾ ആണ് ബ്ലഡ് ടൈപ്പ്. ബ്ലഡ് ടൈപ്പ് നമ്മൾ പറയും AB-O എന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്താണ് ഡാറ്റയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാകാൻ കാരണം? ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ഡാറ്റ യൂസ് ചെയ്യുന്നത്: 1. ഹെൽപ്പ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ്. 2. ഹെൽപ്പ് ടു സോൾവ് പ്രോബ്ലംസ്. 3. ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ പെർഫോമൻസ്. 3. ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ്. അടുത്തത് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ പ്രോസസ്. ഓരോ മേഖലയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റ വളരെ വ്യത്യസ്തവും ആ ഇൻഡസ്ട്രിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ളതും ആയിരിക്കും. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ പോലെയുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും തങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ബിസിനസ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാനും പുതിയ കസ്റ്റമർ പ്രോഡക്റ്റുകൾ ഏതാണെന്ന് ഡിസൈൻ ചെയ്യാനും ഒക്കെയാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക്, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ നിലനിൽക്കുന്നത് തന്നെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ പേഴ്സണൽ വിവരങ്ങൾ മുതൽ ആളുകളുടെ ഇന്റർനെറ്റിലുള്ള മിക്കവാറും എല്ലാ ആക്ടിവിറ്റികളും ഈ കമ്പനികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റ അഡ്വർടൈസ്മെന്റ് ഡിസൈൻ ചെയ്യാനും ടാർഗറ്റഡ് അഡ്വർടൈസ്മെന്റ് പ്ലാൻ ചെയ്യാനും ഒക്കെയാണ് ഈ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. ബാങ്ക്, ഇൻഷുറൻസ്, ഗവൺമെന്റ്, ഫൈനാൻസ്, അഗ്രികൾച്ചർ, ഫാർമസ്യൂട്ടിക്കൽ, മാനുഫാക്ചറിംഗ് തുടങ്ങി എല്ലാ വ്യവസായ മേഖലകളിലും ഡാറ്റയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഓട്ടോ ഡ്രൈവിംഗ് കാർ, പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തം, റോബോട്ട്സ്, ഇവയൊക്കെ നിർമ്മിക്കുന്നത് ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ്. 18ാം നൂറ്റാണ്ടിൽ ഓയിൽ എന്ന പോലെയാണ് 21ാം നൂറ്റാണ്ടിൽ ഡിജിറ്റൽ എക്കോണമിയിൽ ഡാറ്റ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ക്രൂഡ് ഓയിലിന് ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട് റിഫൈൻ ചെയ്താണ് പെട്രോളിയം, ഗ്യാസ് തുടങ്ങിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡാറ്റയും. കളക്ട് ചെയ്ത ഡാറ്റയെ അൺപ്രോസസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ റോ ഡാറ്റ എന്നാണ് വിളിക്കുന്നത്. റോ ഡാറ്റ കുറെ നമ്പറുകളും ലെറ്റേഴ്സും വേർഡ്സും മാത്രമാണ്. അതുകൊണ്ടാണ് റോ ഡാറ്റയെ ക്രൂഡ് ഓയിലിനോട് കമ്പയർ ചെയ്യുന്നത്. റോ ഡാറ്റയെ ക്ലീൻ ചെയ്ത്, അനലൈസ് ചെയ്ത്, പ്രോസസ് ചെയ്ത് ആണ് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇങ്ങനെ പ്രോസസ് ചെയ്ത ഡാറ്റ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും യൂസ്ഫുള്ളും ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ വാല്യൂ വളരെ വലുതാണ്.
അങ്ങനെ പ്രോസസ് ചെയ്ത ഡാറ്റയെ പെട്രോളിയം പ്രോഡക്ട്സിനോട് കമ്പയർ ചെയ്യുന്നു. ഈ സാദൃശ്യം കാരണമാണ് ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ എന്ന് പറയപ്പെടുന്നത്. ഡാറ്റ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ ഒരു ഹൈ ലെവൽ വർക്ക് ഫ്ലോ ഞാൻ പറയാം. ഹൈ ലെവലായി നോക്കിയാൽ 4 മെയിൻ സ്റ്റെപ്പുകളിലൂടെയാണ് ഡാറ്റ കടന്നു പോകുന്നത്. 1 ഡാറ്റ കളക്ഷൻ, 2 അനലൈസ്, ക്ലീൻ ആൻഡ് പ്രീ പ്രോസസ്, 3 അനലൈസ് ആൻഡ് ഡിസൈൻ ദ ഡാറ്റ മോഡൽസ്, 4 ക്രിയേറ്റ് ഔട്ട്പുട്ട്സ് ആൻഡ് വിഷ്വലൈസേഷൻ. ഡാറ്റ കളക്ട് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ബാങ്കിന്റെ ഡാറ്റ സോഴ്സ് എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സ് ബാങ്കിൽ ഡയറക്റ്റ് ആയി വന്ന് നടത്തുന്ന എല്ലാതരം ട്രാൻസാക്ഷൻസിന്റെയും ഡാറ്റ, ATM വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ, മൊബൈൽ ഫോണിലെ ബാങ്കിന്റെ ആപ്പ് വഴി നടത്തുന്ന ട്രാൻസാക്ഷൻസ്, കമ്പ്യൂട്ടറിലെ ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി നടത്തുന്ന ട്രാൻസാക്ഷൻസ്, ഡെബിറ്റ് കാർഡ് വഴി ഉപയോഗിച്ച് നടത്തുന്ന ഷോപ്പിംഗ് ട്രാൻസാക്ഷൻസ്, തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ, ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുക, ലോൺ പേ ചെയ്യുക, ഫോൺ ബില്ല് പേ ചെയ്യുക, ഇതൊക്കെ. ഇങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ കളക്ഷൻ. ഈ ഡാറ്റകൾ ഒക്കെ പല ഫോർമാറ്റിലായിരിക്കും. അതുപോലെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഡാറ്റയും ആയിരിക്കും. അടുത്ത സ്റ്റെപ്പാണ് അനലൈസ്, ക്ലീൻ ആൻഡ് പ്രീ പ്രോസസിംഗ്. കളക്ട് ചെയ്ത ഡാറ്റ, റോ ഡാറ്റ അനലൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് ഇത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഓരോ സോഴ്സിൽ നിന്നും വരുന്ന ഡാറ്റ പല ഫോർമാറ്റ് ആയിരിക്കും. ഈ ഫോർമാറ്റുകളെ ഒരേപോലെയുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി പരസ്പരം ലിങ്ക് ചെയ്യാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അനാലിസിസ് ആൻഡ് ഡിസൈൻ അത് മോഡൽ എന്ന സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓരോ ബിസിനസ്സിനും അനുസരിച്ച് KPI അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് പലതരത്തിലുള്ള ഔട്ട്പുട്ടുകളായിരിക്കും ഫൈനലി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോർമാറ്റിൽ ഡാറ്റ സെറ്റുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കോംപ്ലക്സ് സ്റ്റെപ്പാണ്. അടുത്തതാണ് ക്രിയേറ്റ് ഔട്ട്പുട്ട് വിഷ്വലൈസേഷൻ. സമ്മറൈസ് ചെയ്ത ഡാറ്റകളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വിഷ്വലൈസ് ചെയ്ത് മാറ്റുന്നതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കോമൺ ആയി ഉപയോഗിക്കുന്ന ഡാറ്റ വിഷ്വലൈസേഷൻ ടൈപ്സ് ആണ് ടേബിൾ, ഗ്രാഫ്, ചാർട്ട്, മാപ്പ്, ഇൻഫോഗ്രാഫിക്സ്, ഇമേജസ് ആൻഡ് വീഡിയോ എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ് ചെയ്യാൻ കമ്പ്യൂട്ടറുകളും അതിന് പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയറുകളും അവ പ്രവർത്തിക്കാൻ ഓരോ ഏരിയയിലും വൈദഗ്ധ്യമേറിയ ആളുകളെയും ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ജോലികളാണ് ജനറലി ഡാറ്റ റിലേറ്റഡ് ജോബ്സ് എന്ന് പറയുന്നത്. അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഡാറ്റ റിലേറ്റഡ് ജോബ്സ് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ. ഇനി എന്താണ് ബിഗ് ഡാറ്റ എന്ന് നോക്കാം. ഒരു കമ്പനിയിൽ ഒരുപാട് സോഴ്സുകളിൽ നിന്നും ഡാറ്റ ഫ്ലോ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ സ്പീഡ്, അതിന്റെ വോളിയം, കോംപ്ലക്സിറ്റി ഇവ ഒക്കെ വളരെ വലുതാണ്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ സെറ്റുകൾ സ്ട്രക്ചേർഡോ അൺസ്ട്രക്ചേർഡോ ഫോർമാറ്റിലായിരിക്കും. സാധാരണ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇവ പ്രോസസ് ചെയ്യാൻ സാധ്യമല്ല. അവ പ്രോസസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ടെക്നിക്കുകളും സോഫ്റ്റ്വെയറുകളും അതിൽ സ്പെഷ്യലൈസ് ചെയ്ത വിദഗ്ധരും ആവശ്യമാണ്. ഇങ്ങനെയുള്ള വളരെ വലിയ സൈസ് ഉള്ള ഡാറ്റ സെറ്റുകളെയാണ് ജനറലി ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഈ ബിഗ് ഡാറ്റയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. നമ്മുടെ ലോകത്ത് ഓരോ ദിവസവും ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും വളരെ വലുതായിട്ടാണ് ഓരോ ദിവസവും ഡാറ്റ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ ദിവസവും അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കുക. ഡാറ്റയെ എഫിഷ്യന്റ് ആയി പ്രോസസ് ചെയ്യാനുള്ള പുതിയ ടെക്നോളജികൾ ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഡാറ്റയുമായി ബന്ധപ്പെട്ട പുതിയ സർവീസുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മാറ്റങ്ങൾ വരുത്തുകയും ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം ആരോഗ്യം, ഭക്ഷണം, മെഡിക്കൽ എന്നീ മേഖലകളിലും പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.